പ്രേക്ഷകരുടെ ഇഷ്ട പരമ്പരയാണ് സ്നേഹക്കൂട്ട്. സ്നേഹക്കൂട്ട് ഇപ്പോൾ അവസാനിച്ചിരിക്കുകയാണ്. പ്രേക്ഷകർക്ക് നിരാശ ഉണ്ടാക്കുന്ന കാര്യമാണ്. പ്രേക്ഷകർ ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്ന പരമ്പരയായിരുന്നു സ്നേഹക്കൂട്ട്. സ്നേഹക്കൂട്ട് എന്ന പരമ്പര പല്ലവി എന്ന കേന്ദ്ര കഥാപാത്രത്തെ ചുറ്റിപ്പറ്റിയായിരുന്നു മുന്നോട്ടു പോയിക്കൊണ്ടിരുന്നത്. പല്ലവിയുടെ ജീവിത കഥയാണ് പരമ്പരയിലുടനീളം പറയുന്നത്. സേതു, ഇന്ദ്രൻ തുടങ്ങിയ കഥാപാത്രങ്ങളെല്ലാം മികച്ച അഭിനയം കാഴ്ചവെക്കുന്നുണ്ടായിരുന്നു. പല്ലവി ടോക്സിക് ഹസ്ബൻഡിൽ നിന്നും ഡിവോഴ്സ് ആവുന്ന കഥയാണ് സ്നേഹക്കൂട്ട്. പുതിയൊരു ലൈഫ് തുടങ്ങുന്നുമുണ്ട്. പുതിയ ജീവിതത്തിൽ പല്ലവിയുടെ കൂടെ സേതുവുമുണ്ട്. എന്തും സഹിച്ചു നിൽക്കുന്ന ഒരു സ്ത്രീയല്ല പല്ലവി. തനിക്ക് അതിക്രമങ്ങൾ നേരിട്ടപ്പോൾ അതിനെതിരെ പ്രതികരിച്ച് ആ ഒരു ജീവിതത്തിൽ നിന്നും പുറത്തു കടക്കാൻ ശ്രമിച്ചു. പല്ലവി എന്ന കഥാപാത്രം തൻ്റെ ജീവിതം എളുപ്പമാക്കുവാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു. എന്തും സഹിച്ചു നിൽക്കേണ്ട കാര്യമില്ല എന്ന സന്ദേശം ആ ഒരു കഥാപാത്രം നൽകി. പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട കഥാപാത്രമാണ് പല്ലവി. അതുപോലെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട പരമ്പരയാണ് സ്നേഹക്കൂട്ട്. സ്നേഹക്കൂട്ടിൻ്റെ കഥ പറയുന്ന രീതി വ്യത്യസ്തമായിരുന്നു. പുതിയ ആശയങ്ങളുണ്ടായിരുന്നു. മറ്റു പരമ്പരകളിൽ നിന്നും വ്യത്യസ്തമായിരുന്നു ഈയൊരു പരമ്പരയുടെ കഥ പറയുന്ന രീതി. എല്ലാവർക്കും സെൽഫ് റെസ്പെക്റ്റ് വേണം എന്ന് ഈ പരമ്പരയിലൂടെ മനസ്സിലാക്കാൻ പറ്റും. അത്യാവശ്യമാണെങ്കിൽ ഏതു ബന്ധം തന്നെയാണെങ്കിലും അത് ഒഴിവാക്കുക തന്നെ വേണം. അല്ലാതെ ആ ബന്ധം പിന്നെയും തുടർന്നു പോകുന്നതിൽ അർത്ഥമില്ല. നമ്മുടെ നല്ല ജീവിതത്തിന് ആ ഒരു ബന്ധം ഒഴിവാക്കേണ്ടത് അത്യാവശ്യമാണെങ്കിൽ ഒഴിവാക്കുക തന്നെ വേണം. പല്ലവി എടുത്ത തീരുമാനം ശരിയായിരുന്നു. എല്ലാവർക്കും പുതിയ ഒരു ജീവിതത്തിന് സാധ്യതയുമുണ്ട്. ഇതിനു വേണ്ടിയിട്ട് സമൂഹം അവരുടെ കൂടെ നിൽക്കും. ഈയൊരു പരമ്പരയിൽ ചർച്ച ചെയ്യുന്ന ഇത്തരം വിഷയങ്ങൾ സമകാലിക വിഷയങ്ങളുമായിട്ട് ബന്ധമുള്ളത് തന്നെയാണ്. സ്ത്രീകൾ ബോൾഡ് ആയിരിക്കണം. അവരുടെ തീരുമാനങ്ങളും ആ ഒരു ബോൾഡ് ആയിട്ടുള്ള തീരുമാനങ്ങളായിരിക്കും. ഈ ഒരു പരമ്പരയിലെ പല്ലവി എന്ന കഥാപാത്രം മറ്റുള്ളവർക്കും പ്രചോദനം നൽകുന്ന ഒരു കഥാപാത്രമാണ്. പല്ലവി എന്ന കഥാപാത്രം ചെയ്തത് ഷിൽജി മറിയ എന്ന നടിയാണ്. സേതു ആയിട്ട് അഭിനയിച്ചത് കൃഷ്ണകുമാർ ആണ്. ഈയൊരു പരമ്പരയിൽ ഇന്ദ്രൻ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചത് ഫാസിൽ റിഹാൻ ആണ്. ഇന്ദ്രൻ എന്ന കഥാപാത്രത്തെ അഭിനയിച്ചതിന് വളരെയധികം തന്നെ കയ്യടികൾ പ്രേക്ഷകരിൽ നിന്ന് റിഹാന് ലഭിച്ചിട്ടുണ്ട്. റിഹാൻ ഇന്ദ്രൻ എന്ന കഥാപാത്രത്തെ വളരെ മികച്ച രീതിയിലാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. പ്രേക്ഷകർക്കെല്ലാം ഇഷ്ടപ്പെട്ട ഒരു കഥാപാത്രം തന്നെയായിരുന്നു ഇന്ദ്രൻ്റേത്. നെഗറ്റീവ് കഥാപാത്രമാണ് ഇന്ദ്രൻ. എന്നിട്ടുപോലും പ്രേക്ഷകർക്ക് ഇന്ദ്രൻ എന്ന കഥാപാത്രത്തെ ഇഷ്ടമായിരുന്നു. മികച്ച രീതിയിലാണ് ആ കഥാപാത്രത്തെ ചെയ്തു വച്ചിരിക്കുന്നത്. സമകാലിക വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന പരമ്പരയായതുകൊണ്ടു തന്നെ പ്രേക്ഷകരുമായിട്ട് കൂടുതൽ കണക്റ്റായിട്ടുള്ള ഒരു പരമ്പര തന്നെയായിരുന്നു ഇത്. ഇപ്പോൾ ഈ ഒരു പരമ്പര അവസാനിച്ചിരിക്കുന്നു. പ്രേക്ഷകർക്ക് നിരാശയാണുള്ളത്. പ്രേക്ഷകർ ഈ ഒരു പരമ്പര ഇപ്പോഴൊന്നും അവസാനിക്കരുത് എന്ന് ആഗ്രഹിച്ചിരുന്നു. പല്ലവി, സേതു, ഇന്ദ്രൻ എന്നീ കഥാപാത്രങ്ങൾക്കൊക്കെ ആരാധകരുണ്ടായിരുന്നു. അവരുടെ അഭിനയ മികവ് തന്നെയാണ് അവർക്ക് ആരാധകരുണ്ടാവാനുള്ള കാരണവും. ഈ കഥാപാത്രങ്ങളെയൊക്കെ അവതരിപ്പിച്ചവർ വളരെ നന്നായിട്ടാണ് അഭിനയിച്ചത്. പ്രേക്ഷകർ അവരുമായിട്ട് ഈ ഒരു കഥാപാത്രങ്ങളുമായിട്ട് മാനസികമായിട്ട് അടുത്തു കഴിഞ്ഞിരുന്നു. പക്ഷേ ഈ ഒരു സമയത്ത് ഈ ഒരു പരമ്പര അവസാനിച്ചു എന്ന് കേൾക്കുമ്പോൾ പ്രേക്ഷകർക്ക് നിരാശയാണുള്ളത്.